താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികൾ മുംബൈയിലെത്തിയെന്ന് സ്ഥിരീകരണം. പെൺകുട്ടികൾ മുംബൈയിലെ സലൂണിൽ മുടിവെട്ടിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നമുക്കതൊന്ന് കണ്ടുവരാം. ഇതിന് പോയാലും നമുക്ക് മറ്റേ വണ്ടി എന്താടി അച്ഛൻ ഇവിടുന്ന് എസ്കേപ്പ് ആവണ്ട പെട്ടെന്ന്. ഇതിന് പോയാലും നമുക്ക് മറ്റേ വണ്ടി എന്താടി ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിക്കൂ. ഇതൊരു സലൂണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മുംബൈയിലെ സലൂണിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, മുടി വെട്ടിമാറ്റുന്ന ദൃശ്യങ്ങളാണ്. ഇവിടുന്ന് എസ്കേപ്പ് ആവണം പെട്ടെന്ന് എന്ന് ഒരു കുട്ടി പറയുന്നത് കേൾക്കാം. മറ്റേ വണ്ടിക്ക് പോയാലോ എന്നും ഈ കുട്ടി പറയുന്നത് കേൾക്കാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കേൾക്കാൻ കഴിയുക. മറ്റൊരു സൂചനകളുമില്ല. ഈ പെൺകുട്ടികൾ ഇവിടെ നിന്നും എങ്ങോട്ട് കടന്നു കളഞ്ഞു എന്നതിനെ കുറിച്ചൊരു സൂചനയും ഇപ്പോഴും ഈ ഘട്ടത്തിലില്ല. ഇതിന് പോയാലും നമുക്ക് മറ്റേ താനൂരിലെ പെൺകുട്ടികൾ മുംബൈയിലെത്തിയത് മലപ്പുറം എടവണ്ണ സ്വദേശിക്കൊപ്പമെന്നാണ് വിവരം. മഞ്ചേരിയിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഇയാളുടെ നമ്പറിൽ നിന്ന് 2 പെൺകുട്ടികളുടെയും ഫോണിലേക്ക് കോൾ വന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നുണ്ട്. ഈ കുട്ടികൾ തിരൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഉച്ചയോടെയാണ് താനൂർ ദേവദാ സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ ഫാത്തിമ ഷഹദ, അശ്വതി എന്നിവരെ കാണാതായത്. മകൾ 5 രൂപ മാത്രം കൊണ്ടാണ് വീട്ടിൽ നിന്ന് പോയതെന്നാണ് ഫാത്തിമയുടെ പിതാവ് പറഞ്ഞിരുന്നത്. ഫാത്തിമയുടെ പിതാവ് പറഞ്ഞത് കൂടി നമുക്കൊന്ന് കേൾക്കാം. അതിനു മുൻപ് ഈ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണൂ. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ കുട്ടികൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങൾ കാണാം. അതിനുശേഷം ഈ കുട്ടികൾ വേഷം മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് നിശ്ചയമില്ല. കാരണം ഒരു കുട്ടി ധരിച്ചിരുന്ന അതേ ടീഷർട്ടാണ് ഇപ്പോഴും ആ കുട്ടി ധരിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. 2 കുട്ടികളും ഇപ്പോൾ തിരൂർ സ്റ്റേഷനിൽ നിന്ന് മുംബൈയിലേക്കാണ് യാത്ര ചെയ്തിരിക്കുന്നത്. മുംബൈയിൽ അവരെത്തി സലൂണിലെത്തി തലമുടി മുറിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആഷ് നിറത്തിലുള്ള ടീഷർട്ട് ഇട്ട കുട്ടിയാണ് ഇപ്പോൾ ഈ മുംബൈയിലെ സലൂണിലെത്തി തലമുടി മുറിക്കുന്ന ദൃശ്യങ്ങളിലുള്ളത്. നമുക്ക് ഫാത്തിമയുടെ പിതാവിൻ്റെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. പിന്നെ 2 മണിയായിട്ട് ക്ലാസ്സിൽ കയറാത്തതുകൊണ്ട് പരീക്ഷകളിലെത്താത്തതുകൊണ്ട് ടീച്ചർ വിളിച്ചിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അന്വേഷണം തുടങ്ങിയത്. 5:30 മണിയായിട്ടും വീട്ടിൽ തിരിച്ചെത്താതായപ്പോൾ താന്നൊരു CI സാർ അടുത്ത് കംപ്ലയിൻറ്റ് കൊടുത്തത്. അവർ ഇന്നലെ രാത്രി കേസ് ഏറ്റെടുത്ത് അപ്പോൾ തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് DYSP സാർ അടുത്ത് പോയി, സാറ് കുട്ടികളെ മിസ്സിങ് ആയതുകൊണ്ട് ആ കേസ് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും കണ്ടുപിടിച്ച് തരാം എന്ന് പറഞ്ഞൊരു വാക്ക് തന്നിട്ടുണ്ട്. മൊബൈലുണ്ട്, മൊബൈൽ 2 ഫോൺ സ്വിച്ച് ഓഫാണ്. സ്കൂൾ യൂണിഫോമിലാണ് സ്കൂൾക്ക് പോയിട്ടുള്ളത്. പൈസ ഒന്നുമില്ല, എനിക്ക് തിരിച്ചു വരാനുള്ള പൈസ മാത്രം മതി എന്നാണ് എൻ്റെ പേഴ്സിൽ നിന്ന് 5 രൂപ മാത്രം എടുത്തിട്ടുള്ളൂ. കോഴിക്കോട് ഇന്നലെ ലൊക്കേഷനിൽ 2 മണിക്ക് ലൊക്കേഷൻ ഫോൺ സ്വിച്ച് ഓഫ് ആയതുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ വിവരെന്താണെന്നൊന്നും കിട്ടിയിട്ടില്ല. ഫാത്തിമ ഷഹദ, അശ്വതി എന്നിങ്ങനെ 2 പെൺകുട്ടികൾ. 2 പേരും +2 വിദ്യാർത്ഥികളാണ്, പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ്. ഈ കുട്ടികളെയാണ് കാണാതായത്. ഇന്നലെ 2 മണിക്ക് ശേഷം കാണാതായ കുട്ടികൾ ഇന്നിപ്പോൾ മഹാരാഷ്ട്രയിൽ മുംബൈയിലെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. നമുക്കൊപ്പം അഷ്കർ അലി ചേരുന്നുണ്ട്. അഷ്കർ അലി, നിർണായകമായ തെളിവുകളാണ് റിപ്പോർട്ടർ TV ഇപ്പോൾ പുറത്തുവിടുന്നത്. മുംബൈയിലെ ഒരു സലൂണിൽ ഈ കുട്ടികൾ എത്തി അവിടെ മുടി മുറിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എപ്പോഴാണ് ഇവർ അവിടെ എത്തിയത്? ഇതിനുശേഷം ഈ കുട്ടികൾ എങ്ങോട്ട് പോയി? എന്തെങ്കിലും സൂചനകളുണ്ടോ? 5 രൂപയെ വാങ്ങിയാണ് പോയത് എന്ന് ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികൾക്ക് മുംബൈയിൽ വരെ എത്താനുള്ള സഹായം ചെയ്തു കൊടുത്തത് ആ എടവണ്ണയിലെ കടയിൽ നിന്നിരുന്നയാളാണോ? അയാളെക്കുറിച്ചുള്ള മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? പോലീസിന് എന്തെങ്കിലും സൂചനകൾ ഈ കുട്ടികളെക്കുറിച്ച് ബാക്കി കിട്ടിയിട്ടുണ്ടോ? അരുൺ, താനൂരിൽ നിന്ന് കാണാതായ 16 വയസ്സുകാരികളായ +2 വിദ്യാർത്ഥികളായ 2 വിദ്യാർത്ഥികൾ ഫാത്തിമ ഷഹദയും അശ്വതിയും 2 പേരും ഇപ്പോൾ മുംബൈയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിലുള്ള സ്ഥിരീകരണം ഇപ്പോൾ പോലീസും നൽകുന്നുണ്ട്. ഔദ്യോഗികമായി തന്നെ പോലീസ് ഇക്കാര്യം ഔദ്യോഗികമായി പറയാൻ തയ്യാറായിട്ടില്ലെങ്കിലും ഇക്കാര്യം മാധ്യമങ്ങളോട് സമ്മതിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 2 പെൺകുട്ടികളും അവിടെ എത്തിയതായി സ്ഥിരീകരിക്കുന്നു. നേരത്തെ തന്നെ ഈ പെൺകുട്ടികൾ മഹാരാഷ്ട്രയിലേക്ക് പോയി എന്നുള്ള സംശയമായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ എടവണ്ണ സ്വദേശിയായിട്ടുള്ള ഒരാളുടെ രജിസ്ട്രേഷനിലുള്ള ഒരാളുടെ
മൊബൈൽ നമ്പറിൽ നിന്ന് ഈ രണ്ട് പെൺകുട്ടികളുടെ ഫോണിലേക്കും കോളുകൾ വന്നിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തിയപ്പോൾ തന്നെ പ്രസ്തുത യുവാവിന്റെ നമ്പറിന്റെ ടവർ ലൊക്കേഷൻ കാണിച്ചത് മഹാരാഷ്ട്രയായിരുന്നു. സ്വാഭാവികമായും മഹാരാഷ്ട്രയിലേക്ക് പെൺകുട്ടിയിലേക്ക് പോകാനുള്ള സാധ്യത അപ്പോൾ തന്നെ പോലീസിന്റെ മുന്നിലുണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു പോലീസ് അന്വേഷണം പുരോഗമിച്ചിരുന്നതും. അതിന് തൊട്ടു പിന്നാലെയാണ് അല്പസമയം മുമ്പ് ഈ രണ്ട് പെൺകുട്ടികളും മുംബൈയിലെ പനവേലിലോ എത്തിയതായുള്ള ഒരു സ്ഥിരീകരണം പോലീസിന് ലഭിക്കുന്നത്. അവിടെയുള്ള ലസ്യ എന്ന് പറയുന്ന ഒരു സലൂണിലേക്ക് എത്തുകയും അവിടെ എത്തി പെൺകുട്ടികൾ മുടി മുറിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ പെൺകുട്ടികൾ പറഞ്ഞതും കാണാനാവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എസ്കേപ്പ് ആകണമെന്നാണ് അതിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി മറ്റേ പെൺകുട്ടിയോട് പറയുന്നത്. ഈ രണ്ട് പെൺകുട്ടികളും അവിടെ നിന്ന് പിന്നീട് മാറുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അവർ എവിടെയാണെന്നുള്ള കൃത്യമായ സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചില്ല. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ എടവണ്ണ സ്വദേശിയായിട്ടുള്ള മഞ്ചേരിയിൽ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവാവും ഈ പെൺകുട്ടികൾക്കൊപ്പം കോഴിക്കോട് മുതൽ മഹാരാഷ്ട്രയിലെ മുംബൈ വരെ സഞ്ചരിച്ചു. ഈ യുവാവ് മലയാളിയല്ലല്ലോ, അതെ, മഹാരാഷ്ട്രക്കാരനാണോ? അരുൺ അല്ല, മലപ്പുറം എടവണ്ണ സ്വദേശിയായിട്ടുള്ള മലയാളിയായിട്ടുള്ള മഞ്ചേരിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. എടവണ്ണ സ്വദേശിയാണ്, മലയാളിയാണ്. മലയാളി തന്നെയാണ്. ഇയാൾ മഞ്ചേരിയിലാണ് ഇയാൾ ജോലി ചെയ്തു വരുന്നത്. അവിടെ നിന്നാണ് ഇയാൾ ഈ പെൺകുട്ടികൾക്കൊപ്പം കോഴിക്കോട് എത്തി കോഴിക്കോട് നിന്നും മഹാരാഷ്ട്രയിലേക്ക് സഞ്ചരിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടികളിലേക്ക് കോൾ വരുന്ന സമയത്ത് അതുപോലെ തന്നെ പെൺകുട്ടികൾ കോഴിക്കോട് അവസാനമായിട്ട് ഫോൺ മൊബൈൽ സ്വിച്ച് ഓഫ് ആകുന്നതിന് മുമ്പായി പെൺകുട്ടികളുടെ അവസാന ടവർ ലൊക്കേഷൻ കോഴിക്കോടായിരുന്നു. ആ സമയത്ത് ഈ യുവാവിന്റെ സാന്നിധ്യവും കോഴിക്കോട് പോലീസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് ഈ യുവാവിനെ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ഈ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവരുടെ ടവർ ലൊക്കേഷൻ മഹാരാഷ്ട്രയാണെന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചത്. ഈ രണ്ട് പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺ പിന്നീട് സ്വിച്ച് ഓൺ ചെയ്തില്ല എങ്കിൽ പോലും യുവാവിന്റെ ടവർ ലൊക്കേഷൻ കൃത്യമായി പോലീസിന് ലഭിച്ചിരുന്നു. അത് മഹാരാഷ്ട്രയിൽ നിന്നായിരുന്നു. ആ സമയം മുതൽ തന്നെ യുവാവിനെ ബന്ധപ്പെടാൻ പോലീസ് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതുവരെ പോലീസിനോട് സംസാരിക്കാൻ ഈ യുവാവ് തയ്യാറായിട്ടില്ല. എടവണ്ണ സ്വദേശിയായ ഈ ചെറുപ്പക്കാരനുമായിട്ട് ഈ കുട്ടികൾക്ക് പരിചയം വരാൻ എവിടെയാണ്, ഇവർക്ക് കണ്ടുമുട്ടാൻ എവിടെയാണ് സാഹചര്യം ഉണ്ടായത്? ഒരുപക്ഷെ ഇവർ നേരിട്ട്